പ്രവാചകന്റെ ചരിത്രം രേഖപ്പെടുത്തിയ അല്ലാമ ഖസ്തലാനിയുടെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ പ്രവാചകൻ ജനിച്ച മാസം, വർഷം, ഡേറ്റ് എന്നിവയിൽ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. റബീഉൽ അവ്വൽ 2 ആണെന്ന് പറഞ്ഞവർ, 8 ആണെന്ന് പറഞ്ഞവർ, 9 ആണെന്ന് പറഞ്ഞവർ, 12 ആണെന്ന് പറഞ്ഞവർ, 16 ആണെന്ന് പറഞ്ഞവർ. അതേപോലെ റബീഉൽ അവ്വൽ ആണെന്ന് പറഞ്ഞവർ, റബീഉൽ ആഖിർ ആണെന്ന് പറഞ്ഞവർ, ശഅബാൻ ആണെന്ന് പറഞ്ഞവർ, മുഹറം ആണെന്ന് പറഞ്ഞവർ, റമദാൻ ആണെന്ന് പറഞ്ഞവർ. ആമുൽ ഫീൽ ആനക്കര വർഷം എന്ന ആ വർഷത്തിലാണ് എന്ന് അഭിപ്രായപ്പെട്ടവർ, അതിന് തൊട്ട് മുമ്പത്തെ കൊല്ലമാണെന്ന് പറഞ്ഞവർ, ശേഷമുള്ള കൊല്ലമാണെന്ന് പറഞ്ഞവർ. ഇതെല്ലാം അഭിപ്രായങ്ങളുണ്ട്. ഇനി 151 വക മൗലിദ് കിതാബിൽ ഒന്നാമത്തെ മൗലിദാണ് ബർസഞ്ചി മൗലിദ്. 151 വക മൗലിദ് കിതാബ്. അതിൽ ആദ്യത്തെ മൗലിദ് ബർസഞ്ചി മൗലിദ്. ആ ബർസഞ്ചി മൗലിദിൽ കാണാം പ്രവാചകരുടെ ജനിച്ച വർഷത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ജനിച്ച മാസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ദിവസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ തിങ്കളാഴ്ചയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് 2 ആണോ 8 ആണോ 9 ആണോ 12 ആണോ 16 ആണോ എന്നിട്ട് പറയുന്നു. എന്നാൽ ഹദീസ് പണ്ഡിതന്മാർ പ്രബലമാക്കിയത് റബീഉൽ അവ്വൽ 8 ആണ് എന്നാണ്. ചരിത്രകാരന്മാർ പ്രബലമാക്കിയത് റബീഉൽ അവ്വൽ 12 ആണ് എന്നാണ്. ഒറ്റ കാര്യം കൂടി പറയാം, എന്തുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസം വന്നു. അല്ലാഹുവിന്റെ റസൂലായതിനു ശേഷം 22 റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞു പോയി. 23ാമത്തെ റബീഉൽ അവ്വലാണ് അവിടുന്ന് വഫാത്താകുന്നത്. ഏതെങ്കിലും റബീഉൽ അവ്വലിൽ സ്വഹാബത്തിനെ വിളിച്ചില്ല, ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്താണ് നബി ജനിച്ചത് എന്ന തർക്കം അവസാനിക്കുമായിരുന്നു. നബി ആഘോഷിക്കാത്തത് കൊണ്ട് തന്നെ ആ തർക്കം ഇന്നും തുടരുന്നു. ശരി, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് മാസമാണ്, ഏത് ഡേറ്റാണ്? എനിക്കിപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. അല്ല, ഞാൻ പറയാൻ കാരണം മുജാഹിദ് ബാലുശ്ശേരി പറയുന്നുണ്ട് റബീഉൽ അവ്വൽ മാസത്തിലേ അല്ല റസൂലുള്ളാഹി ജനിച്ചത്, റമളാൻ മാസത്തിലാണ് ജനിച്ചത് എന്ന് അഭിപ്രായങ്ങൾ പലതുമുണ്ട്. ഹദീസ് പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത് റബീഉൽ അവ്വൽ മാസം 8-ന്, ചരിത്ര പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത് റബീഉൽ അവ്വൽ മാസം 12-ന്. ഇനി അതിൽ ഏതാണ് ശരി എന്ന് പറയാം, അവരെക്കാളും മേലേക്ക് എത്താൻ കഴിയണം. അത് നമ്മൾ എത്തിയിട്ടില്ല. അവരൊക്കെ കണ്ട എല്ലാ സോഴ്സും കണ്ട് അതിന്റെ ബലാബലം പരിശോധിച്ച് അതിനും അപ്പുറത്ത് ഇൽമുണ്ടെങ്കിൽ ഒരു പക്ഷെ പറയാൻ കഴിയുമോ? നമുക്കാർക്കും അങ്ങനത്തെ അറിവില്ല. നമ്മൾക്ക് മതവിദ്യാർത്ഥികളാണ്, നമ്മളാരും പണ്ഡിതന്മാരല്ല. നമ്മൾക്ക് മറ്റു മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചും പരിശോധിച്ചും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഹദീസ് പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത് റബീഉൽ അവ്വൽ 8, ചരിത്ര പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത് റബീഉൽ അവ്വൽ 12. എന്നാൽ ഞാൻ എത്തപ്പോൾ റബീഉൽ അവ്വലാണ് എന്ന്, അതേപോലെ റബീഉൽ ആഖിറാണ് എന്ന്, റജബാണ് എന്ന്, മുഹറമാണ് എന്ന്, റമളാനാണ് എന്നിവരെ അഭിപ്രായം പറഞ്ഞവർ ഉണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ അല്ലാമ ഖസ്തലാനിയുടെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. അവിടെ റമളാൻ മാസത്തിലുള്ള അഭിപ്രായം ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ആ അഭിപ്രായം വായിച്ചിട്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും, അല്ലാഹു അഅലം, എനിക്കറിയില്ല. പ്രബലാഭിപ്രായം റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നാണ്. 8 ആണോ 12 ആണോ തർക്കമുണ്ട്. ഹദീസ് പണ്ഡിതന്മാരുടെ അഭിപ്രായം 8 ആണ് എന്ന്, ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം 12 ആണ് എന്ന്. നിങ്ങളുടെ പണ്ഡിതന്മാർ തമ്മിൽ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം? അത് മുസ്ലിം ലോകത്ത് മൊത്തം തർക്കമാണ്, ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല. അത് സുന്നി പണ്ഡിതന്മാർക്കുണ്ട്. സുന്നി പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കി, ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിൽ സുന്നി പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കി, ഉസ്താദ് എങ്ങനെ കുറെ അഭിപ്രായങ്ങളുണ്ട് ചോദിച്ചു നോക്കി. നമ്മൾ കുറെ കാലമായിട്ട് റബീഉൽ അവ്വൽ മാസം 12-ന് ഇങ്ങനെ ആഘോഷിച്ച് പരിചയപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിശ്വസിച്ച് പോണത്. നിങ്ങൾ ഉസ്താദിനെ പെട്ട് പള്ളിയിൽ പോയി ഉസ്താദ് ചോദിക്കും, ഉസ്താദ് എങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഇതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ല, വീട്ടിലും മൗലിദ് കിതാബ് ഉണ്ടെങ്കിൽ 151 വക മൗലിദാണെങ്കിൽ അതിൽ ഒന്നാമത്തെ മൗലിദ് ബർസഞ്ചിയാണ്. 333 വകയാണെങ്കിൽ ഒന്നാമത്തേതല്ല, 4-മത്തോ 5-മത്തോ എങ്ങാണ്ടാണ് ബർസഞ്ചി മൗലിദ്. അതിനാണ് പറഞ്ഞത് നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഒന്നും വേണ്ട, റബീഉൽ അവ്വൽ മാസമാണല്ലോ, വീട്ടിൽ ഉസ്താദ് മൗലിദ് കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഉസ്താദിന് ഉസ്താദ് ഈ പ്രാവശ്യം നമുക്ക് ബർസഞ്ചി മൗലിദ് ഓതാന്ന് പറയാം. ബർസഞ്ചി മൗലിദ് ഓതുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ അതിൽ കാണാം വഖ്തുലിഫ ഫീ ആനി വിലാദത്തിഹി, പ്രവാചകൻ ജനിച്ച കൊല്ലത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ ശഹരിഹ, ആ മാസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ യൗമിഹ, ആ ദിവസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അലാ അഖ്വാലിൻ ലിൽ ഉലമാഇ മർവിയ, പണ്ഡിതന്മാർക്ക് അങ്ങനെ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് മൗലിദ് കിതാബിലുണ്ട്. അപ്പൊ ഇനി അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്നതാണ് ശരി എന്ന് പറയണമെങ്കിൽ അള്ളാഹു റസൂൽ പറഞ്ഞു തന്നെ നമുക്ക് റസൂല് പഠിപ്പിക്കണം. ഞാൻ ജനിച്ച ഇന്ന ദിവസത്തിലാണ്, ഇന്ന ഡേറ്റിനാണ്, ഇന്ന മാസമാണ്, ഇന്ന കൊല്ലമാണ് എങ്കിൽ തർക്കം തീരും. നബി അത് പറഞ്ഞിട്ടില്ല. പിന്നെ കിട്ടിയ ചരിത്രങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ അനുമാനിച്ചെടുത്തതാണ്. നബി പറഞ്ഞതെന്താണ്? ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്, അതുകൊണ്ട് അതിൽ തർക്കമില്ല. തിങ്കളാണോ ചൊവ്വയാണോ ഞായറാണോ തർക്കമില്ല. തിങ്കളാണെങ്കിൽ നമ്മളും അംഗീകരിക്കുന്നു, സുന്നികളും അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു. ഡേറ്റും മാസവും ഇയറും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നർത്ഥം. ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾ തന്നെ ഇപ്പം പറഞ്ഞ് റബീഉൽ അവ്വൽ 12-നാണ് കൂടുതൽ
പ്രബലമായ സുഹൃത്തുക്കളെ എത്ര കിതാബ് ഓതിയിട്ടുണ്ട്? ഞാൻ കിതാബൊന്നും ഓതിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആക്ഷേപിക്കല്ല. നിങ്ങൾ തന്നെ പറഞ്ഞു ഇപ്പൊ പ്രബലമായ അഭിപ്രായം റബീഉൽ അവ്വൽ 12-നാണെന്ന് നിങ്ങൾ പറഞ്ഞു. എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. നിങ്ങളും പറഞ്ഞില്ല ഞാൻ എട്ടിനാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതേ നിങ്ങളെ ഗ്രൂപ്പിൽ തന്നെ പെട്ട ഞാനും പറയുന്നുണ്ട്. ഗ്രൂപ്പ് പെട്ടല്ല, ഞാൻ തന്നെ പറയുന്നുണ്ട്. അതെ, മുജാഹിദ് ബാലുശ്ശേരി ഞാനും പറയുന്നു. വളരെ വ്യക്തമായി പറഞ്ഞു അത് ഞാനും പറഞ്ഞു. റബീഉൽ അവ്വലിലെ അല്ലാ റസൂൽ ജനിച്ചത് റമളാൻ മാസത്തിലാണ് ജനിച്ചത് എന്ന് അയാൾ പറഞ്ഞു. സുഹൃത്ത്, അത് ഞാനും പറഞ്ഞു. ബാലുശ്ശേരി മാത്രമല്ല, അത് എവിടുന്ന് കിട്ടി? സുന്നിയായ അല്ലാമ ഖസ്തല്ലാനി അദ്ദേഹം മവാഹിബുൽ ലദുന്നിയ ബിൽ മിനഹിൽ മുഹമ്മദിയ്യ എന്ന കിതാബിന്റെ 1-ാം വാല്യത്തിൽ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നിടത്താണ് പറഞ്ഞത്. അവിടുന്നാണ് നമുക്കും കിട്ടിയത്. മറ്റൊന്ന് ഞാനത് കണ്ടത് ബർസഞ്ചി മൗലിദിലുമാണ്. എന്നാൽ ഹദീസിൽ എവിടെയും അല്ലാഹുവിന്റെ റസൂല് ഞാൻ ജനിച്ച മാസം ഇതാണെന്നോ ഞാൻ ജനിച്ച ഡേറ്റ് ഇതാണ് എന്നോ പറഞ്ഞിട്ടില്ല. അത് മുജാഹിദ് തർക്കല്ല, നിങ്ങൾക്ക് തർക്കമില്ല എന്ന് നിങ്ങൾ പറയും. അതിനെ ഞാൻ പറഞ്ഞു, നാളെ വീട്ടിലേക്ക് ഉസ്താദ് വരികയാണെങ്കിൽ ഉസ്താദ് ചോദിച്ചു, ഉസ്താദ് എങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? അപ്പൊ ഉസ്താദ് ഉണ്ട് മോനെ, പല അഭിപ്രായങ്ങളുണ്ട്. ഒരു ഉസ്താദ് ഈ കാലം ഞങ്ങൾ ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പ്രശ്നം. നാളെ ഉസ്താദിനെ ചോദിക്കും, ഉസ്താദ് ഇങ്ങനെ വഹാബികളെ പറഞ്ഞത് കേട്ടു, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം മവാഹിബുൽ ദുനിയയിൽ ഇല്ലാന്നോ ബർസഞ്ചി മൗലിദിൽ ഇല്ലാന്നോ നിങ്ങൾ ഉസ്താദ് പറയുകയാണെങ്കിൽ ഉസ്താദിന് ഉസ്താദ് എഴുതി തരും. ഞങ്ങൾ അവിടെ വഹാബി വെറുതെ വന്നിട്ട് അവിടെ വിടൽ വിട്ട് പോയിട്ടുണ്ട്, ഞങ്ങളൊന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ. ഉസ്താദിന് എഴുതി വന്ന ഉസ്താദ് പറയട്ടെ ബർസഞ്ചി മൗലിദിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. അങ്ങനെ മവാഹിബുൽ ദുനിയയുടെ കിതാബിലും അതില്ല എന്ന് ഉസ്താദ് എഴുതി തന്നാൽ നിങ്ങൾ ഇവിടെ അഹ്ലു സുന്നയുടെ സലഫി സെന്ററിന്റെ അവിടെ വന്നിട്ട് നീ കൊടുക്കുക, നിങ്ങളെ മൗലവി പറഞ്ഞത് ശരിയല്ല, അത് കളവാണ് എന്ന് നിങ്ങൾ കൊടുത്താൽ ഇൻഷാ അല്ലാഹ് മവാഹിബുൽ ദുനിയയുടെ കിതാബും ബർസഞ്ചി മൗലിദിന്റെ കിതാബും ആ 2 കിതാബും കൊണ്ട് ദിവസം ഞാനിവിടെ വരും, നിങ്ങളെ ഉസ്താദിനടുത്തേക്ക് ചെല്ലും, ഉസ്താദിനെ കാണിച്ചു കൊടുക്കും. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ടെന്ന് ഉസ്താദ് പറഞ്ഞാലോ അപ്പറേക്ക് ഇത്രയും കാലത്തൊക്കെ ഉസ്താദ് മൂടി വെച്ചതാണല്ലേ, അതല്ലേ തിരിച്ചിരിക്കാൻ മൂപ്പരിക്കാരൊക്കെ ഉണ്ട്, മൂപ്പരിക്കാരൊക്കെ ഉണ്ട് അല്ലേ, ഉള്ളതല്ലേ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ മൂപ്പരിക്കാരെ സംഭവം ഉണ്ട്. അപ്പൊ ഏതായിരുന്നാലും അതാണ്, അത് നിങ്ങൾ ആക്ഷേപിക്കല്ല, നിങ്ങൾ സാധാരണക്കാരനായതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഉസ്താദിനോട് ചോദിച്ചാൽ മതി, അപ്പൊ കിട്ടും. ശരി. റസൂലുള്ളാഹി ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലല്ലാതെ അല്ല എന്നുള്ളത് മുജാഹിദ് ബാലുശ്ശേരി വളരെ ഒരു തെളിവില്ലാന്ന് അയാൾ പറയുന്നത്. ഒരു തെളിവും റബീഉൽ അവ്വൽ മാസത്തിലാണ് ജനിച്ചത് എന്നുള്ളതിന് ഒരു തെളിവും ഇല്ല എന്ന് വളരെ കർശനമാണ്. പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞിപ്പോ റബീഉൽ അവ്വൽ 8-ന് പ്രബലമായ അഭിപ്രായം റബീഉൽ അവ്വൽ 8-ആണെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ ഈ പ്രബലമായതും വെച്ചിട്ട് അയാള് റമളാൻ മാസത്തിലാണ് ജനിച്ചതെന്ന് ജനങ്ങളെ വെറുതെ ഒരു ആശയക്കുഴപ്പത്തിലാക്കേണ്ട ക്ലിപ്പ് കേട്ടിട്ടുള്ള പ്രശ്നം. ഞാൻ പറഞ്ഞു, നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരി ആ പറഞ്ഞ CD വേണമെങ്കിൽ പുറത്തുമുന്നിൽ തരും. മുജാഹിദ് ബാലുശ്ശേരി ഏത് CD ആണോ പറഞ്ഞത് ആ CD ഇവിടുത്തെ സംഘാടകർ വേണമെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരും. നിങ്ങൾ ഫുള്ള് കേൾക്കി എന്ന് നിങ്ങൾ ആലോചിക്കുക. അദ്ദേഹം പറഞ്ഞാൽ റസൂല് ജനിച്ചത് ജനിക്കുമ്പോൾ റസൂലല്ല, ഞാനും നിങ്ങളും തർക്കമില്ലല്ലോ. 40-ാമത്തെ വയസ്സിലാണ് റസൂലായത്, അന്നാണ് വഹയ് കിട്ടിയത്. ആ വഹയ് കിട്ടിയ റമദാനിലാണ്, അതിനും തർക്കമില്ല. അതാണ് പറഞ്ഞത്.